ഇന്ന് ജേണൽ ചെയ്യാനുള്ളൊരു മൂഡുമായിട്ടാണ് വീഡിയോ എടുത്തു തുടങ്ങിയെങ്കിലും വന്ന മൂഡ് ഈ സാധനത്തിൻ്റെ മുന്നിൽ മൂക്കും കുത്തി വീണിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ ബുക്ക് അടച്ചു വെച്ചിട്ട് വന്ന മൂഡിനെ അടുക്കള വഴി ഓടിച്ചു വിട്ട് ഇതിനെ അകത്താക്കാനുള്ള പരിപാടി നോക്കണമല്ലോ. ഇടയ്ക്ക് കടയിൽ പോകുമ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ആ 50 രൂപ ഉണ്ടെങ്കിൽ 5 മഞ്ച് വാങ്ങി ലാഫിഷായിട്ട് കഴിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഈ വിചാരത്തിന് ഞാൻ ആ വന്ന വഴി അങ്ങ് പറഞ്ഞു വിടും. പിന്നെ ആ 5 മഞ്ച് വാങ്ങി അങ്ങ് പോരും. പക്ഷേ ഇത് കഴിക്കുന്ന പോലെ ആവത്തില്ല, എങ്കിലും നമ്മൾ മഞ്ച് കൊണ്ട് തൃപ്തിപ്പെടും. ആകെ അതിൻ്റെ പകുതിയാണ് ചോക്ലേറ്റ് വരുന്നത്. എന്നിട്ട് ആ പകുതിയുടെ പകുതി പോലും ഇല്ലെന്ന് പറയുമ്പം സങ്കടമൊക്കെ വരും. ആ 50 രൂപയുടെ ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും പക്ഷേ ടേസ്റ്റ് സാധനം പറയാതിരിക്കാൻ വയ്യ. പിന്നെ ആ സാധനം അകത്താക്കി കഴിഞ്ഞിട്ട് പിന്നെ മെയിനാണല്ലോ ഈ കിടുങ്ങാമണി ഐറ്റംസിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാന്നുള്ളത്. ഈ പേപ്പർ ഉണ്ടെങ്കിലും അത് നോക്കി ചെയ്യാതെ സ്വന്തമായിട്ട് ശരിയാക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. എനിക്ക് പണ്ട് തൊട്ട് ഇതുപോലെയുള്ള കിടുങ്ങാമണി ഐറ്റംസൊക്കെ റെഡിയാക്കാൻ പ്രത്യേക കഴിവാണ്. ഈ നന്നായിട്ടിരിക്കുന്ന സാധനങ്ങൾ പൊളിച്ചു പണിഞ്ഞത് പന്നലാക്കിയിട്ട് പിന്നെ അതിനെ ഒന്നും കൂടെ നന്നാക്കുന്ന ഒരുതരം പ്രത്യേക സ്വഭാവം എനിക്കുണ്ട്. നമുക്ക് കിട്ടിയതാണെങ്കിൽ ഒരു ആമക്കുട്ടനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകിലിങ്ങനെ വരിയായിട്ട് പോകുന്ന രീതിക്ക് ഞാൻ എത്ര ശരിയാക്കാൻ നിന്നിട്ടും ഈ സാധനം അങ്ങോട്ട് തൂങ്ങി കിടക്കുന്നില്ലെന്നേ. എനിക്ക് തോന്നുന്നു ഈ ആമക്കുഞ്ഞുങ്ങൾക്ക് ആമയമ്മയോട് അത്ര സ്നേഹമില്ലെന്ന്. അതോ ആമയമ്മയ്ക്ക് ആമക്കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലേ? എന്തായാലും സംഭവം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാനങ്ങോട്ട് ശരിയാക്കും, സംഭവം പൊളിഞ്ഞു പോവും. പിന്നെയും ശരിയാക്കും, പിന്നെയും പൊളിഞ്ഞു പോവും. പിന്നെ പറയണ്ടല്ലോ, ഞാനെല്ലാം കൂടെ വാരിപ്പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.